ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും പ്രഭാത വചനത്തിലേക്ക് എൻ്റെ സ്വാഗതം. ഇന്ന് 23 ഫെബ്രുവരി 2025. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്നത് അതിനെ ഞായറാഴ്ച അഥവാ സകല വാങ്ങിപ്പോയവരുടെയും പൊതുവായ ഓർമ്മയുടെ ഞായറാഴ്ചയാണ്. മലങ്കര സഭാ പാസ്റ്റർ പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് മെത്രാപ്പോലീത്തയുടെ 91-ാം ഓർമ്മ കോട്ടയം പഴയ സെമിനാരി ചാപ്പലിൽ കബറടങ്ങിയിരിക്കുന്നു. തോമസ് മാർ മർക്കാരിയോസ് മെത്രാപ്പോലീത്ത 17-ാം ഓർമ്മ ദേവലോകം കാത്തോലിക്കേറ്റ് അരമനയിൽ കബറടങ്ങിയിരിക്കുന്നു. സ്മരണീയ പോളികാർപ്പസിൻ്റെ ഓർമ്മ. 3 നോമ്പിന് ശേഷം ഉള്ള 18 ദിവസങ്ങൾ കഴിഞ്ഞാൽ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയായി. 3 നോമ്പിൻ്റെ പേതൃത്തായ്ക്ക് ശേഷം വലിയ നോമ്പിൻ്റെ പേതൃത്തായുടെ ഇടയ്ക്ക് 2 ഞായറാഴ്ചകൾ ആണ് ഉള്ളത്. ആദ്യത്തെ ഞായറാഴ്ച കുഹന ഞായറാഴ്ച, സകല വാങ്ങിപ്പോയ വൈദികരെയും ഓർത്ത് ധ്യാനിക്കുന്ന ഞായറാഴ്ച, അതിപ്രധാന ദിവസം. രണ്ടാമത്തെ ഞായറാഴ്ച സകല വാങ്ങിപ്പോയവരുടെയും പൊതുവായ ഓർമ്മയുടെ അനുഗ്രഹിക്കപ്പെട്ട ദിവസം, അതിനെ ഞായറാഴ്ച. ഇന്ന് നാം വായിച്ചു കേൾക്കുന്നതായ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ പുസ്തകം സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ 49 വരെയുള്ള ഭാഗമാണ്. ജപ്പാനിലും ഇന്ത്യയിലും ഒരു സംസ്കാരമുണ്ട്. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനു മുമ്പ് വാങ്ങിപ്പോയ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരം. അതാണ് നമ്മുടെ സഭ, പൗരസ്ത്യ സഭ നമുക്കായി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 2 ഞായറാഴ്ചകളിലായി നാം എല്ലാ വാങ്ങിപ്പോയവരെയും ഓർക്കുന്നു എന്നത് അനുഗ്രഹമാണ്. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനചിന്തയ്ക്കായി 2 ചോദ്യങ്ങൾ ചോദിച്ച് അതിന് മറുപടി നൽകി അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: മൺമറഞ്ഞ ആത്മാക്കൾ അവർ ഇപ്പോൾ എവിടെയാണ് വസിക്കുന്നത്? അനേക ഉത്തരങ്ങൾ വേദപുസ്തകങ്ങളിലുണ്ട്. ക്രിസ്തുവിൻ്റെ നിഴലിൽ മറഞ്ഞിരിക്കുന്നു എന്നും പരദീസയുടെ അനുഭവത്തിൽ ജീവിതം തുടരുന്നു എന്നും ഒക്കെ ഉണ്ടെങ്കിലും അതിലൊക്കെ ഉപരിയായി എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള ഭാഗം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും ശുദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ പരാമർശിക്കുന്ന നിങ്ങൾ ആര്? വ്യക്തമായി പറഞ്ഞാൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസവീരന്മാരാണ് അവർ. വിശ്വാസവീരന്മാരുടെ ഒരു വലിയ പട്ടിക നമുക്ക് ഇവിടെ കാണാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അവസാനിക്കുന്നത് ലോകം അവർക്ക് യോഗ്യമല്ലാത്തതിനാൽ കാലസമ്പൂർണതയിൽ ചേർക്കപ്പെട്ടു എന്നാണ്. എന്നാൽ 12-ാം അധ്യായം തുടങ്ങുന്നത് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നാണ്. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് വാങ്ങിപ്പോയവർ എല്ലാം വിശുദ്ധ കന്യകമറിയാമും അപ്പോസ്തലന്മാരും പരിമല തിരുമേനി അടക്കമുള്ള സകല വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഒരുമിച്ച് വസിക്കുന്ന ഇടത്താണ് നമ്മുടെ വാങ്ങിപ്പോയവരും ആത്മാക്കളും വസിക്കുന്നത് എന്നതാണ്. അതായത് അവർ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർക്കപ്പെട്ടു എന്ന് അർത്ഥം. പഴയ നിയമം നാം നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ നാം കാണുന്നത് അബ്രഹാം തൻ്റെ വാങ്ങിപ്പോയ പിതാക്കന്മാരോട് ചേർന്നു എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 28-ഉം 29-ലും ഇപ്രകാരം പറയുന്നു: ഇസഹാക്കിൻ്റെ ആയുസ് 180 സംവത്സരമായിരുന്നു.
ഇസഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ടു മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. ഇവിടെയും നാം കാണുന്നത് ഇസഹാക്ക് തൻ്റെ വാങ്ങിപ്പോയ പിതാക്കന്മാരോട് ചേർന്നു എന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 33 പ്രകാരം പറയുന്നു, യാക്കോബ് തൻ്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ടു തൻ്റെ ജനത്തോട് ചേർന്നു എന്നാണ്. ഇവിടെയും നാം കാണുന്നത് യാക്കോബ് തൻ്റെ വാങ്ങിപ്പോയ പിതാക്കന്മാരോട് ചേർന്നു എന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 5 അധ്യായം 24 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇവിടെയും നാം കാണുന്നത് വിശ്വാസികളുടെ ആത്മാക്കൾ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർക്കപ്പെടുന്നു എന്നാണ്. പുതിയ നിയമത്തിലേക്ക് നാം തിരികെ വരുമ്പോൾ കാണുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 22 അധ്യായം 32 ഇപ്രകാരം പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും ആകുന്നു എന്ന് അവൻ അരുളി ചെയ്തു എന്ന് കാണുന്നു. ഇവിടെ ഇതിൽ നിന്നൊക്കെയും നാം മനസ്സിലാക്കേണ്ടത് വാങ്ങിപ്പോയവർ ജീവിക്കുന്നു എന്നും അവർ വിശുദ്ധന്മാരുടെ കൂടെ സഹവസിക്കുന്നു എന്നും ആണ്. രണ്ടാമത്തെ ചോദ്യം, മൺമറഞ്ഞുപോയ നമ്മുടെ വിശ്വാസികളുടെ ആത്മാക്കൾ സ്വർഗീയ ഊർജ്ജലേമ്പിൽ എന്താണ് ചെയ്യുന്നത്? അവർ ദൈവസന്നിധിയിൽ നിത്യമായി ആരാധന നടത്തുന്നു എന്നതാണ് നാം ഇവിടെ കാണുന്നത്. യിരെമ്യാ പ്രവചനം 15 അധ്യായം 1 വാക്യത്തിൽ പ്രകാരം പറയുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, മോശയും ശമൂവേലും എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിലേക്ക് ചായുകയില്ല എന്നാണ്. ഇവിടെ നാം കാണുന്നത് യെരൂശലേം പട്ടണത്തിനു വേണ്ടി മൺമറഞ്ഞ മോശയും ശമൂവേലും മധ്യസ്ഥത യാചിക്കുന്നതായിട്ടാണ്. അവരുടെ പ്രാർത്ഥനയിൽ പിന്നീട് 70 വർഷങ്ങളിലെ പ്രവാസത്തിന് ശേഷം യെരൂശലേം പട്ടണം പുനഃസ്ഥാപിക്കപ്പെടുന്നതായിട്ട് ആണ്. സഖറിയ പ്രവാചകന്റെ പുസ്തകം 3 അധ്യായം 1 വാക്യത്തിൽ പ്രകാരം പറയുന്നു, അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. ഇവിടെ കാണുന്നത് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതായാണ്. യെരൂശലേമിനെ രക്ഷിക്കുന്നതിനായിട്ടാണ് ആ മഹാപുരോഹിതൻ അവിടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. സഖറിയ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം 12 13 നോക്കുമ്പോൾ നാം അവിടെ കാണുന്നത്, എന്നാറെ യഹോവയുടെ ദൂതൻ സൈന്യങ്ങളുടെ യഹോവയെ, ഈ 70 സംവത്സരം നീ ക്രൂദ്ധിച്ചിരിക്കുന്ന യെരൂശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്ന് ചോദിച്ചു. അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്ക്, ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു എന്ന് ഇവിടെ പറയുന്നു. ഇവിടെ കാണുന്നത് യഹോവയുടെ ദൂതൻ യെരൂശലേമിന് വേണ്ടി ദൈവത്തോട് യാചിക്കുന്നതായിട്ടാണ്. വെളിപാട് പുസ്തകം 6 അധ്യായം 9 10 വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവൻ 5 മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിങ്കൽ കണ്ടു. വിശുദ്ധനും സത്യവാനും ആയ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ചുള്ള ഈ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത്. വെളിപാട് പുസ്തകം 7 അധ്യായം 9 വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഇതിനു ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാതെ ഒരു മഹാപുരുഷാരം വെള്ള നീലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലകളുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഇവിടെ യോഹന്നാൻ ശ്ലീഹ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തതായി നമുക്ക് കാണുവാനുള്ളത് മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 17 അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള ഭാഗത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അതായത് മറുരൂപ മലയിലെ രംഗമാണ്
നാം മുമ്പോട്ട് വായിക്കുമ്പോൾ ഇവിടെ കാണുന്നത്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാങ്ങിപ്പോയ വിശ്വാസികളുടെ ആത്മാക്കൾ ദൈവത്തോട് സംസർഗത്തിലാണ്. അവർ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. ആയതിനാൽ നമ്മുടെ പിതാക്കന്മാരെ നാം നമ്മുടെ നമസ്കാരങ്ങളിലും കുർബാനയിലും ഓർക്കണം എന്നതാണ് ഇവിടെ ഈ തിരുവചനം നമ്മോട് പറയുന്നത്. അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥത നടത്തിക്കൊണ്ടിരിക്കും, നമ്മുടെ പാപങ്ങൾ പൊറുക്കും. ഈ വരുന്ന വലിയ നോമ്പ് ഒരു ആത്മീയ തീർത്ഥാടനമായി തീരാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് നമ്മുടെ വാങ്ങിപ്പോയവരുടെ പേർക്കും നമ്മളുടെ പേർക്കും പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.